ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മളെ ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉപ്പാൻ്റെ പഴയ കളക്ഷൻസ് ഉണ്ട്, കുറേ കോയിൻസ്. അപ്പോൾ അതിനിങ്ങനെ പുറത്തെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇസ്മായിലിന് കാണിച്ചു കൊടുക്കണം. അപ്പം പല രാജ്യങ്ങളിലെ കുറേയൊക്കെ ഞാനും അവിടെ നിന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും മുപ്പത്തേഴാണ് പ്രധാനപ്പെട്ട കളക്ഷനാണ്. കുറേ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നു. എന്നാലും അത്യാവശ്യം ആ പാത്രം നോക്കിയിരിക്കുന്നുണ്ടോ, അത്യാവശ്യം കോയിൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഇപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഏതെല്ലാം കൺട്രിയിലെ ഏതൊക്കെ കോയിൻസാണ് നമുക്ക് വിശദമായിട്ട് പറയണമെങ്കിൽ വളരെ ലെങ്തി ആവും. അപ്പോൾ മൊത്തത്തിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ഇതേതാണ് കോയിൻസ്? ഇത് നമ്മുടെ നാട്ടിൽ പഴയ കോയിനാണ്. പകുതി ഇന്ത്യൻ്റെ പഴയ കോയിൻസ് കുറേ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഏതാണ്? ഇത് ഓസ്ട്രേലിയ. ഓക്കെ, പഴയ രാജാക്കന്മാരുടെ കുറേ കോയിൻസൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ ഏതാണ്? UK ആണെന്ന് തോന്നുന്നു. ഇത് പുതിയ കോയിൻസാണ് പറയാം. ഇത് ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്കയുടെ കോയിനാണിത്. ₹1. ഇതൊക്കെ എന്താ പറയുക, മൂപ്പര് കുറേ വർഷങ്ങൾ മുമ്പുള്ള കളക്ഷനാണെന്ന് അവർ പറയുന്നത്. ഓക്കെ, നിധി പോലെ അങ്ങ് സൂക്ഷിച്ച് വെച്ചതാണ്. ഇതൊക്കെ ഏതാ കൺട്രി? ഇതേതാണ്? നേപ്പാൾ. മലയൊക്കെ കണ്ടിട്ട് നേപ്പാളും അങ്ങനെ ഏതോ കൺട്രിയാണ്, അല്ല ഇത് അറേബ്യൻ കൺട്രിയാണ്. ഇതോ ഇസ്മായിലാണ് ഇപ്പോൾ അതിന് അസിസ്റ്റ് ചെയ്യുന്നത്. ഇസ്മായിൽ നിർബന്ധകാരാണ് ഇത് പുറത്തെടുത്തത്. ഇത് പുറത്തെടുക്കാണ്ട് ഇങ്ങനെ വെച്ചതാണ്. അങ്ങനെ കുറേ കൂടി പുറത്തെടുത്തതാണ്. അതുകൂടാതെ കുറേ നോട്ടും, അതായത് ബാങ്ക് പഴയതായാലും പുതിയതായാലും കുറേ കൺട്രീസിൻ്റെ നോട്ടും ഉണ്ട്. അത് വേറൊരു കളക്ഷനായിട്ട് വെച്ചേക്കാം. കോയിൻസ് ഉണ്ടെന്ന് ഞാൻ എണ്ണയൊന്നും നോക്കിയില്ല. ഇതൊക്കെ ഇന്ത്യയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇതായിട്ടുള്ള കോയിനാണത്. അങ്ങനെയുള്ള കുറേ കോയിൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏതാണ് രാജ്യം? കിങ്ഡം ഓഫ് ജോർദാൻ. ഓക്കെ, ജോർദാൻ രാജാവിൻ്റെ. പിന്നെ അതിൽ ഒരു മിനിറ്റ്, ഇതേതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതേതോ രാജ്യത്തിൻ്റെ കോയിനാണ്. കുറച്ചുകൂടി അവിടെ നിന്നൊക്കെ എടുത്ത് വെച്ചത് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. അതേതാ, അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം സീക്രട്ടാക്കി ഒളിപ്പിച്ച് വെച്ചാൽ പറ്റും. ഇത് നമ്മളെ പഴയ 10 പൈസ, 5 പൈസ, 20 പൈസ അലൂമിനിയം. ആക്ച്വലി അത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരുന്നത്. അത് പൊടിഞ്ഞു പോകും. അത് വേറെ തന്നെ വെച്ചിരുന്നത്. ഏതാണ് ഒരു കുരങ്ങിൻ്റെ കോയിൻ? അതെനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇന്ത്യയുടെ പഴയ നാട്ടുരാജ്യത്തെ കോയിനാണെന്ന് തോന്നുന്നത്. അതെ. ഏതാണ് രാജ്യം? കോശൽപൂർ രാജ്. ഓക്കെ, ഇത് പണ്ടത്തെ ബ്രിട്ടീഷ് ആ ടൈമിലുള്ള നാട്ടുരാജാവിൻ്റെ കോയിനാണെന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ്, കാരണം ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്തോ എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ല. ഇതാണ് അതന്നെ. ഓക്കെ, സഹി തോലു സച്ച് ബോലു, എന്താണത്? അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിലാണെന്ന് ഉറപ്പാണ്. ഓക്കെ, പിന്നെ ഏതാണ് കോയിൻ? ക്ലിയർ ആവുന്നില്ല. അല്ല, ഇത് 2004 സൗത്ത് ആഫ്രിക്ക. ഇത് പുതിയ കോയിനാണ്, സൗത്ത് ആഫ്രിക്ക. ഇത് അതോ ഇന്ത്യയുടെ നാട്ടുരാജാവാണ്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇത് ഓക്കെ, ഇത് ഗ്വാളിയോറാണ്. ഗ്വാളിയോർ കോയിനാണ്. താഴെ ഇതുണ്ട് ഗ്വാളിയോർ. ഭൂതക്കണ്ണാടി വെച്ച് നോക്കി ക്ലിയറായിട്ട് കാണാം. ഗ്വാളിയോർ തന്നെയാണത്. അതിനകത്ത് വ്യക്തമാവുന്നില്ല, പക്ഷേ ഗ്വാളിയോർ തന്നെയാണ്. പണ്ടത്തെ രാജാവാ. ഏതാണ്? അതന്നെ, ഗ്വാളിയോർ. അതും ഇന്ത്യയുടെ ഒരു ഇതാണ്.